കൊടുങ്കാറ്റ് വരുത്തുന്നത് അള്ളാഹുടെ അക്രമമല്ല, സുനാമി കൊണ്ടുവന്നത് അള്ളാഹുടെ അക്രമമല്ല, ഭൂമി കുലുക്കമുണ്ടാക്കിയത് അള്ളാഹുടെ അക്രമമല്ല. അങ്ങനെ ആരും അള്ളാഹുടെ അക്കൗണ്ടിലേക്ക് അത് വരവ് വെക്കരുത്. ഇതിൻ്റെയൊക്കെ കാരണം മനുഷ്യൻ്റെ കരങ്ങളാണ്. അള്ളാഹ് പറയാണ്, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ്. നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ച കാരണം കൊണ്ടാണ് നിങ്ങൾക്കുണ്ടാകുന്ന സകല മുസീബാത്തുകളും. ഭൂമി കുലുക്കമുണ്ടാവാനുള്ള കാരണം എന്താണ്? ഞങ്ങളുടെ നാടിൻ്റെ അടുത്ത് കിടക്കുന്ന വരവൂരെന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. പത്രങ്ങളിൽ നിങ്ങൾ നിരന്തരം വായിച്ചു കൊണ്ടിരിക്കുന്നതാണത്. 168 പ്രാവശ്യം അവിടെ നിരന്തരമായി ഭൂമി കുലുങ്ങി. ആർക്കിയോളജിക്കൽ പഠന വകുപ്പ് ജർമ്മനിയിൽ നിന്നും ചൈനയിൽ നിന്നും വന്ന വിദഗ്ധമായ പരിശോധന സംഘം അവിടെ വന്നുകൊണ്ട് പരീക്ഷണം നടത്തിയിട്ട് പറഞ്ഞതെന്താണ്? ഭൂമി കുലുക്കത്തിൻ്റെ കാരണം 2 എണ്ണമാണ്. നമ്മൾ പറയാറുണ്ട് ഭൂമി കുലുക്കം നമുക്ക് തടുക്കാൻ പറ്റുമുണ്ട് ഉസ്താദ്. അള്ള തരുന്നത് അനുഭവിക്കുക തന്നെ, അള്ള തരുന്നത് അനുഭവിക്കാം. പക്ഷെ നമ്മൾ ഉണ്ടാക്കി കൂട്ടിയിട്ട് വാങ്ങിച്ചിട്ട് വടി കൊടുത്ത് അടി വാങ്ങിച്ചിട്ട് വിവരമില്ലായ്മ കൊണ്ട് അതിന് അള്ളാഹുവിന്റെ ഭാഗത്തേക്ക് കെട്ടിവെക്കുന്നത് സത്യവിശ്വാസികൾക്ക് യോജിച്ചതല്ല. ഭൂമി കുലുക്കത്തിന്റെ കാരണം കണ്ടെത്താൻ വേണ്ടി വന്ന ആർക്കിയോളജിക്കൽ സർവേ പറഞ്ഞത്, ഭാരതപ്പുഴയിൽ നിന്ന് അനധികൃതമായി മണൽ വാരിയെടുത്തു. രണ്ടാമതുണ്ടായത് ഇവരുടെ സർവേ പറഞ്ഞത് അനധികൃതമായ ക്രഷർ കോറികളുടെ പ്രവർത്തനം. കോറി കല്ല് മുറിച്ചെടുക്കുന്ന കോറി ഉണ്ടല്ലോ മോനെ, ആ കോറി മലകൾ തുറന്നാൽ ഭൂമി കുലുക്കുണ്ടാകുമെന്നാണ് ആർക്കിയോളജിക്കൽ സർവേ. ഖുർആൻ ഇതിനെപ്പറ്റി പറഞ്ഞതെന്താണെന്നറിയോ? നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും ഈ വെള്ളിയാഴ്ച ഓതിയിട്ടുണ്ട്. ജുമുഅ നിസ്കാരത്തിന് 2ാമത്തെ റക്അത്തിൽ ഓതി വരുന്നൊരു സൂറത്തുണ്ട്. ഏതാണ് ആ സൂറത്ത്? വഇലൽ ജിബാലി കൈഫ. അതെ, പർവ്വതങ്ങളെ എങ്ങനെയാണ് കുത്തിച്ചാരി നിർത്തപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വിശുദ്ധ ഖുർആനിലെ മറ്റൊരായത്തിൽ അല്ലാഹു തആല പറഞ്ഞത് വൽ ജിബാല ഔതാദാ, പർവ്വതങ്ങളെ ഭൂമിക്കുള്ള ആണി അടിച്ചു നിർത്തിയിരിക്കുകയാണ്. ഭൂമി ബാലൻസ് തെറ്റാതിരിക്കാൻ വേണ്ടി അർഹമർ റഹീമായ റബ്ബായ തമ്പുരാൻ പർവ്വതങ്ങളെ കൊണ്ട് ഭൂമിക്കുള്ള ആണി അടിച്ചതായിരുന്നു. ആ ആണി നമ്മൾ പറിക്കാൻ തുടങ്ങിയപ്പോ പർവ്വതത്തിന്റെ ബാലൻസ് പോയി, ഭൂമിയുടെ അവസ്ഥ മാറിപ്പോയി. അപ്പോഴാണ് ഭൂമി കുലുക്കമുണ്ടാകുന്നത്. അല്ലാതെ ഭൂമി കുലുക്കം പടച്ച റബ്ബിന്റെ ശിക്ഷയല്ല, സുനാമി പടച്ച റബ്ബിന്റെ ശിക്ഷയല്ല. അതെല്ലാം നമ്മൾ വടികൊടുത്ത് അടിവാങ്ങുന്നതാണ്. നമ്മുടെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ പരിണിത ഫലമായിട്ടാണ് ഈ മുസീബാത്തുകളൊക്കെ ഉണ്ടാകുന്നതെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു വളരെ വ്യക്തമായി പറയുകയാണ്. കുറ്റക്കാരൻ നിങ്ങളാണോ നമ്മളാണോ അല്ലാഹുവാണോ?